രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നു എന്ന വാർത്തയെ ഇരു കൈയും നീട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് അണികൾ സ്വീകരിച്ചത്. എങ്കിലും അവർക്കൊരാശങ്കയുണ്ടായിരുന്നു. വയനാട് നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലസ്ഥാനം ഒഴിയുമോ എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ ആ ആശങ്കകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് വയനാട്ടിൽ നിന്ന് ജയിച്ചാൽ മണ്ഡലം ഒഴിയില്ല എന്ന സൂചന നൽകി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വോട്ടഭ്യർത്ഥനയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. പ്രളയം നശിപ്പിച്ച വയനാടിനെ പുനർനിർമ്മിക്കും എന്ന വാഗ്ദാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വയനാട്ടിലെ പ്രചരണത്തിന് സോണിയാഗാന്ധിയെയും പ്രിയങ്കയെയും ഉൾപ്പെടെ നേതാക്കളുടെ വൻ പടയെ തന്നെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ അഭ്യർത്ഥന തന്നെയാണ് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുന്നിൽ നടത്തുന്നതും. രാജ്യാഭിമാനവും സ്നേഹവും കൊണ്ട് കേരളം മാതൃക കാട്ടി തന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും 10 മടങ്ങായി തിരിച്ചു നൽകും എന്നും പ്രളയം നശിപ്പിച്ച വയനാടിനെ പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് വാഗ്ദാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഹുൽ നിങ്ങളെ കൈവിടില്ല എന്ന് ഇന്നലെ പ്രിയങ്കയും ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വോട്ടഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. മണ്ഡലം കൈവിടില്ല എന്ന സൂചനയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. നാളെ മുതൽ മുക്കത്ത് ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകും. രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങളിലെ അഭാവം ദേശീയ നേതാക്കളിലൂടെ മറികടക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകളും ബാനറുകളും പതിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ. മുക്കത്ത് മണ്ഡല കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ആഹാരത്തോടുള്ള പ്രിയവും രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. എരിവ് കൂടുതലാണെങ്കിലും കേരളത്തിലെ ചോറും കറിയും തനിക്ക് ഏറെ ഇഷ്ടമാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. പൂനെയിൽ വിദ്യാർത്ഥികളോട് സംവദിക്കവെയാണ് വയനാടൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടുവെന്ന് രാഹുൽ പറഞ്ഞത്. അതേസമയം ന്യായ് പദ്ധതിക്കായി പണം എവിടെയെന്ന് ആരും ആശങ്കപ്പെടേണ്ട എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങളുമാണ്. ഏറെ ആലോചിച്ച ശേഷമാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതെന്നും മിനിമം വേതന പദ്ധതിയുടെ പേരിൽ നികുതി വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പൂനെയിൽ ഭാരതീയ വിദ്യാപീഠ കോളേജ് വിദ്യാർത്ഥികളുമായി സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ട രാഹുൽ ഇന്ന് വാർദ്ര, ചന്ദ്രാപൂർ എന്നിവിടങ്ങളിലെ കോൺഗ്രസ് റാലികളിലും പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.